അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ മറ്റു പ്രത്യേകതകൾ, ഒരു പാർട്ണർഷിപ്പിന്റെ അക്കൗണ്ട്സുകൾ തയ്യാറാക്കുന്ന സമയത്ത് പ്രത്യേകമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അഡീഷണൽ ആയിട്ടുള്ള അക്കൗണ്ട്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന രണ്ട് വ്യത്യസ്ത രീതികൾ ഏതൊക്കെയാണ്, എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഒരു ഇല്ലസ്ട്രേഷൻ സോൾവ് ചെയ്ത് നമ്മളിതിനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രമേഷ് ആൻഡ് സുരേഷ് were partners in a firm sharing profits in the ratio of their capitals contributed on commencement of business, which were rupees 80,000 and rupees 60,000 respectively. രമേഷും സുരേഷും രണ്ട് പാർട്ട്നേഴ്സാണ്. അവരുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ 80,000 രൂപയും 60,000 രൂപയുമാണ്. The firm started business on April 1st, 2016. According to the partnership agreement, interest on capital and drawings are 12% and 10% respectively. ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ 1, 2016 അഥവാ ഇവരുടെ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ 1, 2016 ടു 31st March 2017 ആണ്. ഇവരുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പരസ്പരം എഗ്രി ചെയ്തിട്ടുള്ളത് അനുസരിച്ച് ഇവരുടെ ക്യാപിറ്റലിന് 12% ഇൻട്രസ്റ്റ് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റിൽ നിന്നും ലഭ്യമാണ്. അതുപോലെ ഇവർ വിഡ്രോ ചെയ്ത ബിസിനസ്സിൽ നിന്നും വിഡ്രോ ചെയ്ത ഡ്രോയിങ്സിന് 10% ഇൻട്രസ്റ്റ് സ്ഥാപനത്തിന് ചാർജ് ചെയ്യാനുള്ള പെർമിഷനും പാർട്ട്ണർഷിപ്പ് ഡീഡ് നൽകുന്നുണ്ട്. കൂടാതെ രമേഷ് ആൻഡ് സുരേഷ് ആർ ടു ഗെറ്റ് എ മന്ത്ലി സാലറി ഓഫ് ₹2,000 ആൻഡ് ₹3,000 റെസ്പെക്റ്റീവ്ലി. രമേഷിന് 2,000 രൂപ മാസ ശമ്പളവും അതുപോലെ സുരേഷ് എന്ന് പറയുന്ന പാർട്ട്ണർക്ക് 3,000 രൂപ മാസ ശമ്പളം കൊടുക്കാനും പാർട്ട്ണർഷിപ്പ് ഡീഡ് അഗ്രി ചെയ്യുന്നുണ്ട്. Then the profits for the year ended March 31st, 2017 before making the above appropriations was ₹1,03,000. നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുള്ള ഈ അപ്രോപ്രിയേഷൻസ് ഒക്കെ ചെയ്ത് കഴിയുന്നതിന് മുമ്പായിട്ട് അഥവാ അതിൻ്റെ മുമ്പുള്ള പ്രോഫിറ്റ്, സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റാണ് 1,03,000 രൂപ. അഥവാ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് 1,03,000 രൂപയാണ്. ഇതിൽ നിന്ന് വേണം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദ ഡ്രോയിങ്സ് ഓഫ് രമേഷ് ആൻഡ് സുരേഷ് were ₹40,000 ആൻഡ് ₹50,000 റെസ്പെക്റ്റീവ്ലി. രമേഷും സുരേഷും ഈ സാമ്പത്തിക വർഷത്തിൽ സ്ഥാപനത്തിൽ നിന്ന് വിഡ്രോ ചെയ്ത എമൗണ്ട്, അവരുടെ ഡ്രോയിങ്സ് 40,000 രൂപയും 50,000 രൂപയുമാണ്. ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അമൗണ്ടഡ് ടു ₹2,000 ഫോർ രമേഷ് ആൻഡ് ₹2,500 ഫോർ സുരേഷ്. അവരുടെ ഡ്രോയിങ്സിന്റെ മുകളിൽ സ്ഥാപനം ഈടാക്കേണ്ട ഇൻട്രസ്റ്റ് നമുക്ക് ഡയറക്റ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കാൽക്കുലേഷൻ നടത്തേണ്ട ആവശ്യമില്ല. രമേഷിന് 2,000 രൂപയും ചാർജ് ചെയ്യണം, അതുപോലെ സുരേഷിന് 2,500 രൂപയും നമ്മൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് അസ്യൂമിംഗ് ദാറ്റ് ദെയർ ക്യാപിറ്റൽസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും
പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കാനാണ്. അതോടുകൂടി പ്രത്യേകമായി പറഞ്ഞ കാര്യം, ഇത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുള്ളത്. ദാറ്റ് മീൻസ് നമ്മൾ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല, മറിച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം ചെയ്ത് എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് തയ്യാറാക്കേണ്ടത്. അഥവാ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് 1,300,000 രൂപയാണ്. അതിൽ നിന്ന് നമ്മൾ ഈ പ്രോഫിറ്റിനെ വീതം വെക്കുന്നത് അഥവാ പ്രോഫിറ്റിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അക്കൗണ്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. എന്തായിരിക്കും ആദ്യത്തെ എമൗണ്ട്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഹിയർ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എമൗണ്ട് നെറ്റ് പ്രോഫിറ്റ് ആണ് 1,300,000 രൂപ. നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് 1,300,000 രൂപ. ദെൻ നമ്മൾ ഈ പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൻട്രീസ് ആണ് അടുത്തത്. ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 പേർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. ആദ്യത്തെ ആള് രമേഷിനാണ്. 12% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അഥവാ രമേഷിന്റെ ക്യാപിറ്റൽ 80,000. 80,000ന്റെ 12% എന്ന് പറയുമ്പോൾ നമുക്ക് 9,600 രൂപയാണ്. അതുപോലെ സുരേഷിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സുരേഷിന്റെ ക്യാപിറ്റൽ 60,000 ആണ്. 60,000 ഇൻറ്റു 12% എന്ന് പറയുമ്പോൾ 7,200 രൂപയാണ്. അപ്പോൾ ഈ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടോട്ടൽ 16,800 രൂപ. ദെൻ നെക്സ്റ്റ് ആണ് രമേഷ് ആൻഡ് സുരേഷ് ആർ ടു ഗെറ്റ് എ മന്ത്ലി സാലറി ഓഫ് ₹2,000 ആൻഡ് ₹2,000. നെക്സ്റ്റ് സാലറി ആണ്. സാലറി ടു പാർട്ട്നേഴ്സ്. രമേഷിന് 2,000 രൂപയാണ് മാസ സാലറി. അപ്പോൾ ഒരു വർഷത്തേക്ക് നമ്മളൊരു വർഷത്തെ കണക്കാണ് ചെയ്യുന്നത്. 24,000 രൂപ. 2,000 ഇൻറ്റു 12 24,000 രൂപ. സുരേഷ് 3,000 ഇൻറ്റു 12 36,000. ടോട്ടൽ 60,000. ഇത് 2 അപ്രോപ്രിയേഷൻസ്, 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ദെൻ ഇനി നമുക്കിവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എമൗണ്ട് ഡയറക്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചെയ്യാം. രമേഷ് ₹2,000 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. സുരേഷ് ₹2,500 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ഓർ ആഡഡ് ടു ദ പ്രോഫിറ്റ്. ഇത് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യാണ്, അഥവാ നമ്മൾ അത് ക്രെഡിറ്റ് ചെയ്തു. ഇതിന്റെ ജേണൽ എൻട്രികൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഒന്ന് വായിക്കുന്നത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നന്നായിരിക്കും. ദെൻ 4,500 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇപ്പോൾ ഉള്ള എൻട്രീസ് പൂർത്തിയായി കഴിഞ്ഞു. നമുക്കിതിനെ ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാം. ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ടോട്ടൽ ചെയ്തു 1,04,800 ആണ്. ആ 1,04,800നെ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി. ദെൻ ബാലൻസ് എമൗണ്ട് 28,000 ആണ്. അഥവാ ഇത്രയും അപ്രോപ്രിയേഷൻസിന് ശേഷവും ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കളക്ട് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ബാലൻസ് ഈ 1,300,000 രൂപയിൽ നിന്ന് ഇനിയും ബാലൻസ് ഉള്ളത് 28,000 രൂപയാണ്. ഈ 28,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അഥവാ സ്ഥാപനം ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്നുള്ള അപ്രോപ്രിയേഷൻസ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റ് വീണ്ടും നമ്മൾ ഈ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം എന്നാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ക്യാപിറ്റൽസ്. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോർഷൻ നമുക്ക് തന്നിട്ടില്ല. ഇവിടെ ഇവരുടെ ക്യാപിറ്റലിന്റെ റേഷ്യോ. അപ്പൊ ഇവരുടെ ക്യാപിറ്റൽ നമുക്ക് നോക്കണം. 80,000 60,000. അപ്പൊ ഇവിടുത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം 8:6 എന്ന് പറയാം. 80:60 അഥവാ 8:6. നമുക്കതിനെ വീണ്ടും ഒന്നുകൂടി ചെറുതാക്കി കഴിഞ്ഞാൽ 4:3 എന്ന് പറയാം. 8:6 ഈക്വൽ ടു 4:3. ഓക്കെ. അപ്പോ 4/7 ആൻഡ് 3/7. 4:3 എന്ന് പറയുമ്പോൾ അതാണ് ഇവരുടെ പ്രൊപ്പോർഷൻ. അപ്പോൾ ഈ 28,000 രൂപയുടെ ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ടു ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് രമേഷ് 28,000 ഇൻറ്റു 4/7. 28,000 ഇൻറ്റു 4/7 16,000 രൂപ. ദെൻ സുരേഷിന് 28,000 ഇൻറ്റു 3/7 12,000 രൂപ. ടോട്ടൽ 28,000.
അപ്പോൾ 28,000 രൂപയിൽ 16,000 രൂപ രമേഷിന് പ്രോഫിറ്റ് ഷെയർ ആയി കിട്ടി, 12,000 രൂപ സുരേഷിന് പ്രോഫിറ്റ് ഷെയർ ആയി കിട്ടി. ഓക്കെ, ദെൻ നമുക്കിനി എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കൂടി തയ്യാറാക്കണം. ഓക്കെ, ദെൻ നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാം. ക്വസ്റ്റ്യൻ വീണ്ടും ഇവിടെ മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നമുക്കിതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ദെൻ ആദ്യം ബൈ ക്യാഷ്. ഇവിടെ ബൈ ക്യാഷ് എന്ന് വരാനുള്ള കാരണം ഇവർ സ്റ്റാർട്ട് ചെയ്തത് April 1-നാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ക്യാപിറ്റലാണ് 80,000, 60,000. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി അറിയാം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് രമേഷ് 80,000, ദെൻ സുരേഷ് 60,000. ദെൻ നമുക്ക് ഇവർക്ക് അപ്രോപ്രിയേഷൻ വഴി കിട്ടിയിട്ടുള്ള ഐറ്റംസ് മുഴുവൻ ഇതോടുകൂടി ആഡ് ചെയ്യണം, അഥവാ ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇതെന്തൊക്കെയാണ് കിട്ടിയത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്തപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. രമേഷിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 9,600, സുരേഷിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 7,200. ദെൻ സാലറി രമേഷ് 24,000, സുരേഷ് 36,000. ദെൻ ഒരു ഐറ്റം കൂടി കിട്ടിയിട്ടുണ്ട് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതിന്റെ ജേണൽ എൻട്രി നമുക്കറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അഥവാ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. എമൗണ്ട് എത്ര രൂപ കിട്ടിയത്? ഒരാൾക്ക് കിട്ടിയത് 16,000 രൂപ, മറ്റേ ആൾക്ക് കിട്ടിയത് 12,000 രൂപ. ദെൻ ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്? നമുക്കറിയാം, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് രമേഷിന്റെ ഡ്രോയിങ്സ് 40,000, സുരേഷിന്റെ ഡ്രോയിങ്സ് 50,000. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, രണ്ടൈറ്റമാണ് ഡെബിറ്റ് ചെയ്യുക ക്യാപിറ്റൽ അക്കൗണ്ടിൽ, ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് രമേഷ് 2,000 ആൻഡ് സുരേഷ് 2,500. ഇപ്പൊ എൻട്രീസ് പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഇതിനെ ടോട്ടൽ ചെയ്യാണ്. രണ്ട് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ, ടോട്ടൽ ചെയ്തു, ഇവിടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ രമേഷിന്റെ ബാലൻസ്, രമേഷിന്റെ ക്രെഡിറ്റ് ടോട്ടൽ മൈനസ് രമേഷിന്റെ ഡെബിറ്റ് ടോട്ടൽ ഈക്വൽ ടു 87,600. ദെൻ ഇതെന്താണ്? ടു ബാലൻസ് ക്യാരി ഡൗൺ, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ. സുരേഷിന്റെ കേസിൽ ₹50,700. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്തത് പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, താങ്ക് യു.